9 ചാപ്റ്റേഴ്സ് 10 ക്വസ്റ്റ്യൻസ് വേഗത്തിൽ നമ്മളൊന്ന് ഓടിച്ചു പോകുന്നു. അതിലൂടെ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റുകൾ, ആ നമ്മൾ പറയുന്ന ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസിലുള്ള കോൺസെപ്റ്റുകൾ കൂടി പഠിക്കാൻ ഈ സമയം കൊണ്ട് ഉപകാരപ്പെടുന്നു. വെറും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകൾ പഠിച്ചെടുക്കുന്നു. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് സം ബേസിക് കോൺസെപ്റ്റിലെ ലിമിറ്റിംഗ് റിയേജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ആകെ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളെ റിയാക്ഷൻ നിങ്ങൾ നോക്കണം. ഈ റിയാക്ഷനിൽ എയും ബിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. 1A-യും 1B2 ആണ്. സോ 1 മോൾ ഓഫ് എയും 1 മോൾ ഓഫ് B2 ആണ്. ഇത് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക. ദെൻ സിമ്പിൾ. അപ്പോൾ 1:1 ആണ് അവർ തമ്മിലുള്ള റേഷ്യോ. ദെൻ നിങ്ങളോട് 3 ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നുണ്ട്. ഒന്ന്, 300 ആറ്റംസ് ഓഫ് എ റിയാക്ട് വിത്ത് 200 മോളിക്യൂൾസ് ഓഫ് ബി. അപ്പോൾ തന്നെ മനസ്സിലാക്കുക അവിടെ ആര് കുറവാണ്, ബി കുറവാണ്. കാരണം 1:1 റേഷ്യോ ആണെങ്കിൽ 300-ന് 300 മോളിക്യൂൾസ് ഓഫ് ബി വേണം. കാരണം ബി എന്ന് പറയുന്ന ആൾ ഇവിടെ മോളിക്യൂളാണ്, എ എന്ന് പറയുന്ന ആൾ ഇവിടെ ആറ്റമാണ്. അത് വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് B2 ആണ്, ഒന്ന് എ ആണ്. സോ 300 ആറ്റംസ് എ എടുക്കുന്നുണ്ടെങ്കിൽ 200 മോളിക്യൂൾസ് ഓഫ് ബി പോരാ, 300 മോളിക്യൂൾസ് വേണം. കാരണം 1:1 ആണടാ. സോ ബി ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. വെരി സിമ്പിൾ. ദെൻ 2 ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കുക. അതാണ് ഞാൻ പറയാൻ കാരണം. 2 മോൾ എ 3 മോൾ ബി, 2 മോൾ എ 3 മോൾ ബി, 3 മോൾ B2. ഓക്കെ, 2 മോൾ എയും 3 മോൾ B2 നോക്കടാ. 2 മോൾ എ 3 മോൾ B2 തെറ്റി. വെരി സിമ്പിൾ. കാരണം രണ്ടും ഒരേ റേഷ്യോ അല്ലേ വേണ്ടത്. അപ്പം 3 മോൾ B2 ഉണ്ടെങ്കിൽ 3 മോൾ എ വേണം. 2 മോൾ എ ആണെങ്കിൽ 2 മോൾ B2 മതി. അപ്പം B2 ഇവിടെ എക്സ്ട്രാ ആണ്, എ ഇവിടെ കുറവാണ്. കാരണം 3 മോൾ B2 എടുക്കുന്നുണ്ടെങ്കിൽ 3 മോൾ എ വേണം. അപ്പോൾ എ ഇവിടെ കുറവാണ്. എ ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. റെഡി. ദെൻ 100 ആറ്റംസ് ഓഫ് എ 100 മോളിക്യൂൾസ് ഓഫ് ബി. പാക്ക പെർഫെക്റ്റ്. രണ്ടും 100. 1:1 റേഷ്യോ. വെരി സിമ്പിൾ. ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കേടാ, റെഡി. അപ്പം കറക്റ്റ് റേഷ്യോയിൽ വരുന്നുണ്ടെങ്കിൽ അത് ആ കറക്റ്റ് റേഷ്യോ പ്രകാരം ആരാണോ കുറവ് അയാൾ ലിമിറ്റിംഗ് റിയേജൻറ്റ്. 2:3 എടുക്കുമ്പോൾ 2 ഉള്ള ആൾ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇവിടെ 300:200 എടുക്കുമ്പോൾ 200 കുറവ്, അയാൾ ലിമിറ്റിംഗ് റിയേജൻറ്റ്. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ. ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. 18 ഇലക്ട്രോൺസും 16 പ്രോട്ടോൺസും 16 ന്യൂട്രോൺസും ഉള്ള ഒരു സ്പീഷീസിനെ കുറിച്ച് പറയുന്നു. ആ സ്പീഷീസ് ഏതായിരിക്കും? എല്ലാവർക്കും അറിയാം. സ്പീഷീസ് ഒരു എക്സ്ട്രാ ഒരു ഇതായിട്ട് എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ എടാ 16 പ്രോട്ടോൺസ് എന്ന് പറഞ്ഞപ്പോൾ 16. മാസ് നമ്പർ 32 ആവണം. കാരണം ന്യൂട്രോൺ 16 ആവണമെങ്കിൽ 32 - 16, അപ്പോൾ 32 മുകളിൽ. പിന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം 18 ആണ്. അപ്പോൾ 16ലേക്ക് 2 എക്സ്ട്രാ വരണം. അതുകൊണ്ട് 2-. സോ എക്സ് എന്നെഴുതി, പ്രോട്ടോണിൻ്റെ എണ്ണം 16 കൊടുത്തു, ന്യൂട്രോണിൻ്റെ എണ്ണം 16. അപ്പോൾ 16ഉം 16ഉം പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിയാലാണ് ഇവിടുത്തെ എണ്ണം കിട്ടുക. അപ്പോൾ പ്രോട്ടോണും 16 ന്യൂട്രോണും 16 എങ്കിൽ 16ഉം 16ഉം 32. ഇലക്ട്രോൺ 18 ആണെങ്കിൽ ഈ നമ്പറിലേക്ക് 2 കൂടെ എക്സ്ട്രാ വരണം. 2 എക്സ്ട്രാ വരണമെങ്കിൽ 2-. സിമ്പിൾ ആൻഡ് ഹംബിൾ. ദെൻ റൈറ്റ് എനി 2 ഡ്രോബാക്സ് ഓഫ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. അറിയാലോ, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ 2 ഡ്രോബാക്സ് ഇവിടെ തന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയാലോ അത് 2 ഡ്രോബാക്സ് അറിയാലോ. ഒന്ന്, സ്റ്റെബിലിറ്റി പറയാൻ പറ്റിയില്ല. He couldn't explain stability. He couldn't explain stability. രണ്ടാമതെന്തായിരുന്നു? He couldn't explain electronic arrangement, electronic structure. He couldn't explain electronic structure, electronic arrangement, electronic structure of atom. ഓക്കെ, റെഡി. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എമംഗ് ദി ഫോളോയിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വിച്ച് വൺ ഈസ് കറക്റ്റ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. മക്കളെ, ഇത് കറക്റ്റ് ആണോ നോക്കടാ. ഇത് കറക്റ്റ് അല്ല. കാരണം ഒന്ന് താഴേക്കാണ്. എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും വരിക അൺപെയർഡ് ആണെങ്കിൽ. ദെൻ ഇതും കറക്റ്റ് അല്ല. കാരണം ഇയാൾ ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പെയർ ചെയ്യാവൂ. ഹൺസ് റൂൾ. എല്ലാവർക്കും ഓരോന്ന് വീതം ഫില്ല് ചെയ്തിട്ടേ പെയർ ചെയ്യാവൂ. അപ്പോൾ അതും തെറ്റ്. ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. എസ്സിൽ 2 ഇലക്ട്രോൺ, അടുത്തേലും 2 ഇലക്ട്രോൺ, അടുത്തേലും 3 ഇലക്ട്രോൺ. ഇതാ അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നു. സോ അത് കറക്റ്റാണ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കിയേ, ആ മൂന്നാമത്തേൽ ഹൺസ് റൂൾ പക്കാ പാലിക്കുന്നുണ്ട്. ഇലക്ട്രോൺ പെയറിങ് അതിനുശേഷമാണ് നടക്കുന്നത്. പിന്നെ എനർജി ഓർഡറിലാണ് ഫില്ല് ചെയ്തത്. ഓഫ് ബോ പ്രിൻസിപ്പിൾ പാലിക്കുന്നുണ്ട്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഒരു ഓർബിറ്റിൽ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം 3 റൂളും, ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, അതെല്ലാം പാലിക്കുന്നുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ എന്താടാ? ദ അയോണിക് റേഡിയസ് ഓഫ് ഫ്ലൂറൈഡ് അയോൺ ഈസ് 136 പൈക്കോമീറ്റർ, വൈൽ ദ അറ്റോമിക് റേഡിയസ് ഓഫ് ഫ്ലൂറിൻ ഈസ് ഓൺലി 64 പൈക്കോമീറ്റർ. അറിയാലോ, ഫ്ലൂറിനേക്കാൾ സൈസ് കൂടുതലായിരിക്കും F-. കാരണം ഇത് ഇലക്ട്രോൺ കൂടുമ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിയപ്പം പിടിച്ചു വലിക്കാനുള്ള ആളുകൾ സെയിമും, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. സോ F- എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവാണ് എഫിനേക്കാൾ. അതാണ് മെയിൻ കാരണം.
സോ എഫ് മൈനസിൻ്റെ സൈസ് കൂടാൻ കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അടുത്തേക്ക് വരിക ചെയ്യുക. ദെൻ ദ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൻ എലമെന്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൻ എലമെന്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. വെരി സിമ്പിൾ. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഒഴിവാക്കാനുള്ള എനർജി. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി പറഞ്ഞാൽ രണ്ടാമത്തെ ഇലക്ട്രോണിനെ പുറത്താക്കാൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് ഇലക്ട്രോൺ ഒഴിവാക്കുന്നത് ന്യൂട്രൽ ആറ്റത്തിൽ നിന്നാണ്, കാരണം അപ്പോൾ ചാർജ് ഒന്നുമില്ല. പക്ഷേ സെക്കൻഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഒരു അയോൺ എന്നാണ്, കാറ്റിയോൺ എന്നാണ്. കാരണം ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കുമ്പോൾ, ആദ്യത്തെ ഇലക്ട്രോൺ ഒഴിവാക്കുമ്പോൾ ആ ആറ്റത്തിന് പ്ലസ് ചാർജ് വരും. പിന്നെ രണ്ടാമത്തെ ഇലക്ട്രോൺ ഒഴിവാക്കുന്നത് ഈ പ്ലസ്സിൽ നിന്നാണ്. അപ്പോൾ അവിടെ റിപ്പൾഷൻ കൂടും. സോ മക്കളെ, this is because it is more difficult to remove an electron from a positively charged ion than from a neutral atom. ഒരു പോസിറ്റീവ് ചാർജ്ഡ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, കാരണം പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അട്രാക്ഷൻ വരും. സോ അവരെ ഇലക്ട്രോണിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഏതിനേക്കാൾ? ന്യൂട്രലിൽ നിന്ന്. അതായത് ഇത്രയേ ഉള്ളൂ, ന്യൂട്രലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇലക്ട്രോൺ എടുക്കാനാണോ എളുപ്പം, പോസിറ്റീവ് നിന്ന് എടുക്കാനാണ് എളുപ്പം? ന്യൂട്രലിൽ നിന്ന്. പോസിറ്റീവ് ചാർജുള്ള ആളിൽ നിന്ന് എടുക്കാൻ കുറച്ചുകൂടെ പ്രയാസമാണ്. ദെൻ ഓൺലി വാലൻസ് ഇലക്ട്രോൺ ഓഫ് ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ കോമ്പിനേഷൻ. ഡ്രോ ദ ലൂയിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് NF3. അറിയാലോ, NF3യുടെ റെപ്രസെൻറ്റേഷൻ എഴുതാൻ നൈട്രേൻ്റെ വാലൻസ് ഇലക്ട്രോൺ ടോട്ടൽ എണ്ണുക 5, ഫ്ലൂറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 7, 7 × 3 ഫ്ലൂറിൻ ഉണ്ട്, അപ്പോൾ 21, 21, 5, 26. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, NF3 എന്നിങ്ങനെ ബോണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ബോണ്ടിനും 2 ഇലക്ട്രോൺ വരും. അപ്പോൾ 2, 4, 6 ഇലക്ട്രോൺ. 21 6 ഇലക്ട്രോൺ യൂസ് ചെയ്താൽ ബാക്കി 15 ഇലക്ട്രോൺ ചുറ്റും ഫില്ല് ചെയ്യുക. എന്നിട്ട് ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയോ നോക്കുക. ഓരോ എലമെൻറ്റിനും ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ NF3യുടെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആക്കി ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. 2, 4, 6, 8 എല്ലായിടത്തും ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. ചുറ്റുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 21 ആയിരിക്കും. എല്ലാവർക്കും ഒക്ടേറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. റെഡി? അങ്ങനെയാണ് NF3 വരയ്ക്കേണ്ടത്. ഡിഫൈൻ ഡൈപോൾ മൊമെന്റ്. ദ ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 ഈസ് 0. വൈ? എന്താ ഡൈപോൾ മൊമെന്റ്? നിങ്ങൾക്കറിയാം, ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആളുകൾക്കിടയിൽ, ഇപ്പം HF ആണെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ചാർജ് സെപ്പറേഷൻ, വിച്ച് മീൻസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ചാർജ് ഒരു പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് അറ്റ് വൺ എൻഡ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. രണ്ടാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് R, ഇൻറ്റു ഒരു എൻഡിലുള്ള ചാർജ് Q. അപ്പോൾ Q × R, അതാണ് ഡൈപോൾ മൊമെന്റ്. Q × R, ഡൈപോൾ മൊമെന്റ് μ = Q × R എന്നുള്ളതിനെ സെൻറ്റൻസ് ആക്കിയാൽ നിങ്ങൾക്ക് ഡൈപോളിൻ്റെ ഡെഫിനിഷൻ കിട്ടും. ദെൻ BF3ൻ്റെത് എന്തുകൊണ്ടാണ് 0 ആയത്? അതതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം നമുക്കറിയാം BF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്ട്രക്ചർ. ട്രയഗണൽ പ്ലനാറാണ്. ഇത് തിരിച്ചു വരക്കൂട്ടോ, ട്രയഗണൽ പ്ലനാറാണ്. സോ മക്കളെ, ഇവിടെയുള്ള ഡൈപോളിൻ്റെ എണ്ണം ഒന്ന് മുകളിലേക്ക്, ഒന്ന് താഴേക്ക്, ഒന്ന് ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ എന്ത് ചെയ്യും? താഴേക്ക് വരുന്ന ഡൈപോളിൻ്റെ മാഗ്നിറ്റ്യൂഡും മുകളിലേക്ക് പോകുന്ന രണ്ടെണ്ണത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും തമ്മിൽ ടോട്ടലി ക്യാൻസൽ ഔട്ട് ആയി പോകും. കാരണം എല്ലാം 120 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. സോ ടോട്ടൽ ക്യാൻസലേഷൻ വരും. സോ അതിൻ്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ദെൻ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ബേസ്ഡ് ഓൺ ബോണ്ട് ഓർഡർ കമ്പയർ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് O2 ആൻഡ് O2 2-. O2ൻ്റെയും O2 2-ൻ്റെയും ബോണ്ട് ഓർഡർ വെച്ചിട്ട് സ്റ്റെബിലിറ്റി പറയാം. വിച്ച് മീൻസ് വെരി സിമ്പിൾ. O2ൻ്റെ കോൺഫിഗറേഷൻ മക്കൾ എഴുതുക. നിങ്ങൾക്കറിയാലോ, σ1s2, σ*1s2, σ2s2, σ*2s2 എന്നൊക്കെ പറഞ്ഞിട്ട് O2ൻ്റെ കോൺഫിഗറേഷൻ എഴുതുക. കാരണം O2ൽ 16 ഇലക്ട്രോൺ, അത് വെച്ച് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് NBയുടെ എണ്ണം 10 എന്നും NAയുടെ എണ്ണം 6 എന്നും കിട്ടും. ആ NBയുടെ എണ്ണത്തിൽ നിന്ന് NAയുടെ എണ്ണം മൈനസ് ചെയ്താൽ 4, 4ൻ്റെ പകുതി 2, ബോണ്ട് ഓർഡർ 2 ആണെന്ന് കിട്ടും ഓക്സിജൻ്റെത്. പിന്നെ നിങ്ങൾ കാണേണ്ടത് O2 2- ആണ്. O2ൽ 16 ഇലക്ട്രോൺ ആണെങ്കിൽ O2 2- ആകുമ്പോൾ 18 ഇലക്ട്രോൺ ആയി. അപ്പോൾ 18 ഇലക്ട്രോൺ ആകുമ്പോൾ 2 ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ വരും. ഏതിൽ? π* 2pxഉം 2 എണ്ണാവും, π* 2pyയും 2 എണ്ണാവും. കാരണം ഇവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വരും, ഇവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വരും. കണ്ടോ, ഇതാണ് വ്യത്യാസം. ഇവിടെ π* 2px1, π* 2py1, ഇവിടെ π* 2px2, π* 2py2. എങ്കിൽ ബോണ്ട് ഓർഡർ എന്താ വരിക? NBയുടെ എണ്ണം 10, NAയുടെ എണ്ണം അപ്പോൾ 8 ആവും. 2 എക്സ്ട്രാ വന്നു. 10 - 8 2, 2/2 1. സോ ബോണ്ട് ഓർഡർ കൂടുതൽ ഏതിലാണ്? O2ലാണ്. അതുകൊണ്ട് O2 മോർ സ്റ്റേബിൾ. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. സോ ബോണ്ട് ഓർഡർ കൂടുതൽ O2ലാണ്, അതുകൊണ്ട് അയാൾ സ്റ്റേബിൾ. O2 2- സ്റ്റേബിൾ O2 ആണ്. സോ ഇതിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കോൺഫിഗറേഷൻ എഴുതാൻ, മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതാൻ, അത് വെച്ചിട്ട് രണ്ടുപേരുടെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ, അതിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാൻ ഒക്കെ നിങ്ങൾ പഠിച്ചെടുത്തേക്കണം. റെഡി മക്കൾസ്? ദെൻ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ CaCO3 gives CaO + CO2. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. ഇത് വിച്ച് മീൻസ് ഈ റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കണ്ടുപിടിക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി CaCO3യുടെ എൻതാൽപ്പി തന്നിട്ടുണ്ട്,
CaOയുടെ എൻതാൽപ്പി തന്നിട്ടുണ്ട്, CO2ൻ്റെ എൻതാൽപ്പി തന്നിട്ടുണ്ട്. വെരി 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 സിമ്പിൾ. എന്താ കാരണം? നിങ്ങൾക്ക് ടോട്ടൽ എൻതാൽപ്പി കണ്ടുപിടിക്കണമെങ്കിൽ വെരി സിമ്പിൾ. പ്രൊഡക്റ്റില്ലേ, പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുക. പ്രൊഡക്റ്റിലുള്ള എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുക. ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് മൈനസ് റിയാക്റ്റൻ്റ് ഇല്ലേടാ, റിയാക്റ്റൻ്റ് അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പിയും കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്താൽ മതി. പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് എത്രയാണോ മൈനസ് റിയാക്റ്റൻ്റിൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച്, വിച്ച് മീൻസ് CaOയുടെ എൻതാൽപ്പി ചേഞ്ച് പ്ലസ് CO2ൻ്റെ എൻതാൽപ്പി ചേഞ്ച് ചെയ്താൽ പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പി ചേഞ്ച് കിട്ടും. മൈനസ് CaCO3ൻ്റെ എൻതാൽപ്പി ചേഞ്ച് ചെയ്താൽ റിയാക്റ്റൻ്റെ എൻതാൽപ്പി ചേഞ്ചും കിട്ടും. അത് തമ്മിൽ ചെയ്താൽ നിങ്ങൾക്ക് റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കിട്ടും. അതാണ് ഇവിടെ ചെയ്തത് കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പി ചേഞ്ച് മൈനസ് റിയാക്റ്റൻ്റെ എൻതാൽപ്പി ചേഞ്ച്. പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പി ചേഞ്ച് കിട്ടണമെങ്കിൽ CaOയും CO2യും കൂടെ ആഡ് ചെയ്യണം. റിയാക്റ്റിൻ്റെ എൻതാൽപ്പി ചേഞ്ച് കിട്ടാൻ CaCO3ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കണം. സോ CaOയുടെ വാല്യൂ ഇതാണ്, CO2ൻ്റെ വാല്യൂ ഇതാണ്, അത് നമ്മൾ ആഡ് ചെയ്തു. അതിൽ നിന്ന് CaCO3ൻ്റെ വാല്യൂ മൈനസ് ചെയ്തു. യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ. സിമ്പിൾ. ചെയ്ത് നോക്കണേടാ. റെഡി. ദെൻ മക്കൾസ്, വാട്ട് ഈസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ? വെരി സിമ്പിൾ. അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ KW ആണ്. വാട്ടർ എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക? അതാണ് KW. എന്താണ് KW എന്ന് പറഞ്ഞാൽ? KW ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. ഇതിനൊന്ന് സെൻറ്റൻസ് ആക്കി പറഞ്ഞേടാ. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ. വാട്ട് ഈസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ? പ്രൊഡക്റ്റ് ഓഫ് concentration of hydrogen ion and hydroxyl ion. Then arrange the following in the increasing order of their acidic strength. എടാ Br ഉണ്ട്, അയഡിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും സൈസ് കൂടും. സൈസ് കൂടുമ്പം ബോണ്ട് സ്ട്രെങ്ത് കുറയും, അസിഡിറ്റി കൂടും. സോ HIക്കാണ് അസിഡിറ്റി കൂടുതൽ. ആരേക്കാൾ? HBrനേക്കാൾ. ആരേക്കാൾ? HClനേക്കാൾ. ആരേക്കാൾ? HFനേക്കാൾ. കാരണം ഏറ്റവും മുകളിൽ, ഗ്രൂപ്പിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് HF ആണ്. Then the dissociation of NH4OH is suppressed by the addition of NH4Cl. NH4OH എന്ന് പറയുന്ന വീക്ക് ഇലക്ട്രോലൈറ്റിനെ NH4Cl എന്ന് പറയുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വെച്ച് ആഡ് ചെയ്തിട്ട് NH4OHൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്തു. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോമൺ അയോൺ എഫക്റ്റ്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ അസിഡിക് ബഫർ. ഇപ്പം ഇവിടെ തന്ന എക്സാമ്പിൾ ബേസിക് ആണ്. അസിഡിക് ബഫറിന് CH3COOHും CH3COONAയുമാണെടാ മക്കൾസ്. റെഡി? നോക്കടാ. ഓക്കെ നോക്കണേ. ഓക്കെ, അതാണ് ആൻസറുകൾ കേട്ടോ. ഓക്കെ, ഞാനിങ്ങനെ അധികം സമയം കളയുന്നില്ല. കാരണം നിങ്ങൾക്ക് ലൈവ് എന്താണ് പറയുക, നിങ്ങൾക്ക് യൂട്യൂബിലായതുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തൊക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. റിഡോക്സ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഹൗ ആർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിലേറ്റഡ് ടു ഓക്സിഡേഷൻ നമ്പർ? വെരി സിമ്പിൾ. ഓക്സിഡേഷൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് റിഡക്ഷനും ഓക്സിഡേഷനും പറയാം? ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ. ദെൻ during a group discussion, one of your friends argues that thermal decomposition of KClO3 is a redox reaction. KClO3 ബ്രേക്ക് ആവുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. എന്നാൽ CaCO3 ബ്രേക്ക് ആവുന്ന റിഡോക്സ് റിയാക്ഷൻ അല്ല. സാർ തൊട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു. അത് ഒരാൾ റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലേ നോക്കണമെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടിയോ കുറഞ്ഞോ നോക്കിയാൽ മതി. സോ KClO3 ബ്രേക്ക് ചെയ്യുമ്പോൾ KCl പ്ലസ് ഓക്സിജൻ കിട്ടും. അതിൽ Kയുടെ ചാർജ് +1, Kയുടെ ചാർജ് +1 മാറൂല. ക്ലോറിൻ്റെ ചാർജ് പക്ഷേ ഇതിൽ +5 കിട്ടും KClO3യിൽ. പക്ഷേ Clൻ്റെ ചാർജ് ഇവിടെ -1, +5 മൈനസായി, കുറഞ്ഞു, റിഡക്ഷൻ. ഓക്സിജൻ്റെ ചാർജ് ഇവിടെ -2, പക്ഷേ ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 0, കൂടി, ഓക്സിഡേഷൻ. അപ്പോൾ KClO3യിൽ ക്ലോറിൻ്റെ ചാർജ് കുറഞ്ഞു, ഓക്സിജൻ്റെ ചാർജ് കൂടി. കുറഞ്ഞാൽ റിഡക്ഷൻ, കൂടിയാൽ ഓക്സിഡേഷൻ. സോ ടോട്ടലി ഇത് റിഡോക്സ് റിയാക്ഷൻ. അതുകൊണ്ട് KClO3ൻ്റെ ബ്രേക്കിംഗ് റിഡോക്സ് റിയാക്ഷൻ ആണ്. എന്നാൽ CaCO3 നോക്കിക്കേ, കാൽസ്യത്തിൻ്റെ ചാർജ് ഇവിടെയും +2, ഇവിടെയും +2. കാർബണിൻ്റെ ചാർജ് ഇവിടെയും +4, ഇവിടെയും +4. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കണേ. ഓക്സിജൻ്റെ ചാർജ് ഇവിടെ -2, ഇവിടെയും -2. ചാർജ് കൂടുന്നില്ല, കുറയുന്നില്ല. സോ ദിസ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. യെസ്. ദെൻ ഓർഗാനിക് കെമിസ്ട്രിന്ന് ലസൈൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ് സംഭവം. നിങ്ങൾ ഇതിൽ ആൻസർ ചെയ്യാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി പഠിക്കണം. നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു പോയിന്റാണ്. എന്താണ് ലസൈൻ ടെസ്റ്റ് എന്ന് പഠിക്കണം. അതിന് പുറമെ ലസൈൻ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ചിട്ട് നൈട്രേൻ്റെ ടെസ്റ്റ് എങ്ങനെ, ഹാലോജൻ്റെ ടെസ്റ്റ് എങ്ങനെ, സൾഫറിൻ്റെ ടെസ്റ്റ് എങ്ങനെ എന്ന് ചെയ്യാൻ നിങ്ങൾ കണ്ടുപിടിക്കണം. സോ എങ്ങനെയാണ് ലസൈൻ ടെസ്റ്റ് ചെയ്യുക നമ്മൾ പറയുന്നുണ്ട്. ലസൈൻ ടെസ്റ്റ് എങ്ങനെ ചെയ്യാന്ന് പറയുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയം വെച്ച് ഫ്യൂസ് ചെയ്യുക. അപ്പം സോഡിയം ഫ്യൂഷൻ കിട്ടും. അതിലേക്ക് ഡിസ്റ്റിൽ വാട്ടർ ചേർത്തിട്ട് ബോയിൽ ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് കിട്ടും. ഇതിനെയാണ് ലസൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ചിട്ട് നൈട്രജൻ്റെ ടെസ്റ്റ് ചെയ്യാം. FeSO4ഉം H2SO4ഉം ചേർത്താൽ മതി. ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ നൈട്രജൻ. HNO3യും AgNO3യും ചേർത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ക്ലോറിൻ. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ബ്രോമിൻ അല്ലെങ്കിൽ അയോഡിൻ. അത് NH4OH സൊല്യൂബിൾ ആവുമല്ലേ നോക്കണം. ദെൻ സൾഫർ ആണെങ്കിൽ 2 ടെസ്റ്റ് ഉണ്ട്. ഒന്നെങ്കിൽ ലെഡ് അസറ്റേറ്റോ അസറ്റിക് ആസിഡ് ചേർത്ത് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്, അല്ലെങ്കിൽ സോഡിയം നൈട്രോ പ്രുസൈഡ് സൊല്യൂഷൻ ചേർക്കുക. അപ്പോൾ വയലറ്റ് കളർ കിട്ടിയാൽ സൾഫർ.
സോ ഇത് നിങ്ങൾ അറിയില്ലെങ്കിൽ, ഇത് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് ഇത് നോക്കിയിട്ട് സാറ് പറഞ്ഞതും കൂടെ കേട്ടിട്ട് സെറ്റായിട്ടാണ് പഠിച്ചെടുത്തോളൂ. നൈട്രൻ്റെ ടെസ്റ്റ്, ഹാലോൻ്റെ ടെസ്റ്റ്, സൾഫറിൻ്റെ ടെസ്റ്റ്. റെഡി? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ ഹൈഡ്രോ കാർബണിൽ നിന്ന് ആൽക്കൈൻസ് ആർ വീക്ക്ലി അസിഡിക് ഇൻ നേച്ചർ, ഗിവ് എനി ടു റിയാക്ഷൻ ടു ഷോ ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ഈതൈൻ. മക്കളെ, ഈതൈൻ്റെ അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ നിങ്ങളോടൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഈതൈൻ എടുത്തിട്ടേക്ക് സോഡിയം ചേർത്താൽ മതി. അങ്ങനെ സോഡിയം ചേർക്കുമ്പോൾ ഈതൈൻ എടുത്തിട്ട് സോഡിയം ചേർക്കുമ്പോൾ ഇതിൽ നിന്ന് ഹൈഡ്രജൻ കളഞ്ഞിട്ട് സോഡിയത്തിനെ എഴുതുക. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CNA എന്നാകും. ഹൈഡ്രജൻ അവിടെ നിന്ന് പോകുമ്പോൾ H2 പറഞ്ഞാൽ H2ൻ്റെ പകുതി H. ഇനി വീണ്ടും അത് എഴുതണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അതേ കോമ്പൗണ്ടിലേക്ക് ഇത് എഴുതണം എന്നില്ല, ഇത് നിങ്ങൾ ടെക്സ്റ്റിലുള്ള റിയാക്ഷൻ അല്ല, ഇതിലേക്ക് തന്നെ വീണ്ടും സോഡിയം ചേർത്താൽ ഈ ഹൈഡ്രജൻ പോയി അവിടേക്കും സോഡിയം കയറും. അപ്പോൾ CNA ട്രിപ്പിൾ ബോണ്ട് CNA എന്നാവും. അപ്പോൾ അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ ഒരു എക്സാമിന് ചോദിച്ചാൽ ഈതൈനിലേക്ക് സോഡിയം ചേർക്കുക, എന്നിട്ട് അതിന് ഹൈഡ്രജൻ കളഞ്ഞ് Na എഴുതുക. ഓക്കെ, റെഡി? ദെൻ ഫ്രം ദി ഫോളോയിങ് സെലക്ട് ദ വൺ വിച്ച് മാർക്കോണിക്കോഫ് റൂൾ ഈസ് ബെസ്റ്റ് അപ്ലിക്കബിൾ. മാർക്കോണിക്കോഫ് റൂൾ താഴെ പറയുന്നതിൽ ഏതിനാണ് അപ്ലിക്കബിൾ? ഇതിന് അപ്ലിക്കബിൾ അല്ല, കാരണം ഇതിൽ C2H4 എന്താണ്? സിമ്മട്രിക്കലാണ്. സിമ്മട്രിക്കലിന് മാർക്കോണിക്കോഫ് റൂൾ അപ്ലിക്കബിൾ അല്ല, കാരണം HCl എവിടേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. H എവിടേക്ക് വേണമെങ്കിൽ പോകാം, Cl എവിടേക്ക് വേണമെങ്കിലും പോകാം. C3H6 പ്ലസ് Br2. C3H6 അൺസിമെട്രിക്കലാണ്, പക്ഷേ Br2 രണ്ടും എന്താണ്? രണ്ടും Br ആണ്. അപ്പം ഇവിടെയും മാർക്കോണിക്കോഫ് റൂൾ അപ്ലിക്കബിൾ അല്ല, രണ്ടും Br ആണ്. ഒരു Br അങ്ങോട്ട് പോകുന്നു, മറ്റേ Br ഇങ്ങോട്ട് പോകുന്നു, അതാണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുമോ? ഇല്ല. C3H6 പ്ലസ് HBr അയവ, ഇത് അൺസിമെട്രിക്കലാണ്. ഇത് അൺസിമെട്രിക്കലാണ്, മാത്രമല്ല ഇതിലേക്ക് HBr ചേർക്കുന്നു. ദിസ് ഈസ് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ. ലാസ്റ്റ് വൺ C3H8 പ്ലസ് ക്ലോറിൻ. C3H8 പ്ലസ് ക്ലോറിൻ, ക്ലോറിനാണ് ചേർക്കുന്നത്. C3H8 പോലും നോക്കണ്ട, ക്ലോറിനാണ് ചേർക്കുന്നത്. ഇത് ആൽക്കൈനാണ്, അതും പറ്റൂല. C3H8 ആൽക്കൈനാണ്, ക്ലോറിനാണ് ചേർക്കുന്നത്. ക്ലോറിൻ ചേർക്കുമ്പോൾ അതും മാർക്കോണിക്കോഫ് റൂൾ അല്ല. സോ തേർഡ് വൺ ഈസ് ദ ആൻസർ. ദെൻ ലാസ്റ്റ്, ഹൈഡ്രോകാർബൺസ് എക്സിബിറ്റ് ഐസോമറിസം. നെയിം ദ ടൈപ്സ് ഓഫ് ഐസോമറിസം എക്സിബിറ്റഡ് ബൈ 2-ബ്യൂട്ടീൻ. ജിയോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിലും ഡബിൾ ബോണ്ട് ഉള്ളവർ ആൽക്കീൻ കാണിക്കുന്ന ഐസോമറിസം, ആൽക്കീനുകൾ കാണിക്കുന്ന ഐസോമറിസം, ഒരു ഡൗട്ടും വേണ്ട, ജിയോമെട്രിക്കൽ ഐസോമറിസം, സിസും ട്രാൻസും. ഇനി ഐസോമേഴ്സ് എങ്ങനെ വരയ്ക്കുക? 2-ബ്യൂട്ടീൻ. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദി ഐസോമേഴ്സ് ഓഫ് 2-ബ്യൂട്ടീൻ ആൻഡ് സെലക്ട് ദ വൺ വിച്ച് ഈസ് മോർ പോളാർ. നോക്കടാ, എങ്ങനെയാ 2-ബ്യൂട്ടീൻ്റെ ഐസോമേഴ്സ് എഴുതുക? റെഫർ ദ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 15B. അത് വേറൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. 2-ബ്യൂട്ടീൻ എന്ന് പറയുമ്പോൾ ബ്യൂട്ടീൻ എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH3 അല്ലേടാ. ഇത് നമ്മൾ സിസ് ആക്കി വരയ്ക്കുമ്പോൾ C ഡബിൾ ബോണ്ട് C, ഒരു H ഇങ്ങോട്ടും ഒരു CH3 ഇങ്ങോട്ടും, ഒരു H ഇങ്ങോട്ടും ഒരു CH3 ഇങ്ങോട്ടും, ഇത് സിസ്. ഇനി ട്രാൻസ് ആക്കുമ്പോൾ C ഡബിൾ ബോണ്ട് C, H-ഉം CH3 അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പുറത്ത് കൊടുത്ത CH3 മുകളിലും H താഴെയും വന്നാൽ ഓപ്പോസിറ്റായി അത് ട്രാൻസ്. ഏതാണ് മോർ പോളാർ ആവുന്നത്? മോർ പോളാർ സിസ് ആയിരിക്കും, കാരണം ട്രാൻസിൽ മോർ പൊളാരിറ്റി കുറയുക ചെയ്യുക, കാരണം ട്രാൻസിൽ രണ്ട് ഓപ്പോസിറ്റ് വരുമ്പോൾ ക്യാൻസലേഷൻ വരും. അപ്പോൾ ട്രാൻസിനേക്കാൾ പൊളാരിറ്റി കൂടുതലായിരിക്കും സിസിൽ. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾ ഇതിനധികം പഠിച്ചു കഴിഞ്ഞ് ചില ടോപ്പിക്കുകളൊക്കെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നന്നായിട്ട് പഠിക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ടുമോറോസ് എക്സാം. താങ്ക് യു. ബൈ.